Hi friends, Assalamualaikum. Welcome back to my channel Asma's Kitchen. റമദാൻ മാസമായി കഴിഞ്ഞാൽ പൊന്നാനിയിൽ പുതിയാപ്പിള വീടുകളിലേക്ക് മുത്തായം കൊടുത്തയക്കുന്ന ഒരു പരിപാടിയുണ്ട്. പുതിയാപ്പിളിൻ്റെ വീടുകളിലേക്ക് ചുരുങ്ങിയത് 10 തരമെങ്കിലും വിഭവങ്ങൾ കൊടുത്തയക്കും. അപ്പോൾ എൻ്റെ ഉമ്മക്കുള്ള കാലത്ത് എൻ്റെ പുതിയാപ്പിളിൻ്റെ വീട്ടിലേക്കൊക്കെ അങ്ങനെയാണ് കൊടുത്തയച്ചത്. പക്ഷേ ഇപ്പോൾ അതിനും പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു തരമെങ്കിലും കൊടുത്തയക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇക്കാനോട് ചോദിച്ചാൽ എന്താ ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞു അള്ളാഹു ആലം. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് അള്ളാഹു ആലം തന്നെ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ ഈ അള്ളാഹു ആലം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴം, കുറച്ച് കിസ്മിസ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 5 കോഴിമുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിറപ്പ് തയ്യാറാക്കാനായിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് 2 ഏലക്കായ കൂടി ഇട്ടിട്ട് ഇതൊന്ന് സിറപ്പാക്കി എടുക്കണം. അപ്പോൾ അതിവിടെ നല്ല തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു സിറപ്പ് രൂപത്തിലാക്കിയാൽ അത് മാറ്റി വെക്കുക ചൂടാറാനായിട്ട്. പിന്നെ അതാ നമ്മൾ എടുത്ത് വെച്ച പഴത്തിന് 4 കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ 4 കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഏലക്കായ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഏലക്കായുടെ അത് പകരം വെനില എസൻസാണ് ചേർക്കുന്നത്. പിന്നെ വേറൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേശ്ശെ മൈദ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അതിന് ദോശ ഉണ്ടാക്കാനുള്ള ആ മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാൻ നിൽക്കുക. അപ്പോൾ ഇതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മാവൊന്ന് റെഡിയാക്കി. പിന്നെ ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂ നട്ട് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ കിസ്മിസ്, അത് കഴിഞ്ഞിട്ട് അതേ പാനിൽ തന്നെ പഴവും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് കലക്കി വെച്ച കോഴിമുട്ടയുടെ ബാറ്റർ കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ഇങ്ങനെ ചിക്കി പൊരിക്കണം. അപ്പോൾ ആ ചിക്കി പൊരിക്കണതിൻ്റെ ഇടയിൽ തന്നെ കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഈ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും റെസിൻസും അതുപോലെ തന്നെ പഴമൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഈ ഫില്ലിങ് അതിൽ 2 തുള്ളി വാനില എസൻസും കൂടി ഇട്ടിച്ചിട്ട് നമുക്കതൊന്ന് സെറ്റ് മുട്ടയുടെ മണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ വലുത് പിന്നെ അതിൻ്റെ ചെറുത് എന്നുള്ള രീതിയിലായിട്ടാണ് ഞാൻ ഇങ്ങനെ ദോശ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 3-4 ദോശമാവ് ഈ മാവ് ഉപയോഗിച്ചിട്ട് 3-4 ദോശ നമ്മൾ ആദ്യം ചുട്ടെടുത്തു. ഇനി പ്ലേറ്റിലേക്ക് ആദ്യം നെയ്യ് തടവണം കേട്ടോ. ഞാൻ ആദ്യം നെയ്യ് തടവിയിട്ടുണ്ടായില്ല, കാരണം കൂടുതൽ നെയ്യ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പോക്കറ്റ് രൂപത്തിൽ മടക്കിയിട്ട് ആദ്യം ചെറുതൊന്നുണ്ടാക്കി പിന്നെ അതിൻ്റെ കുറച്ച് വലുത് ദോശ എടുത്തിട്ട് പ്ലേറ്റിൽ ഓരോന്ന് വെക്കുമ്പോഴും കുറച്ച് നെയ്യ് തടവി കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കാൻ നമുക്ക് ഈസി ആയിരിക്കും. ഇതിങ്ങനെ എത്ര ദോശ ഉണ്ടോ അത്രയും ഇതുപോലെ ഫില്ലിങ് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ് ചെയ്തത് വെച്ചിട്ട് വീണ്ടും അതിനെ കവർ ചെയ്യുക. അങ്ങനെ കവർ ചെയ്തിട്ട് ഇതാ നമ്മൾ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ഇതിങ്ങനെ നടുവിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സിറപ്പ് കൂടി ഒഴിച്ചിട്ടാണ് ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഫില്ലിങ് വെച്ച് ഇതുപോലത്തെ 3 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമ, ബൈ ബൈ.